ഇന്നലെ നമ്മൾ ബിഗിനേഴ്സ് ചലഞ്ചിൽ നെവറിന്റെ ഉപയോഗത്തെ കുറിച്ചാണ് പഠിച്ചത്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അപ്പൊ അതിന്റെ താഴെ കമന്റ് ബോക്സിൽ ഞാനൊരു കമന്റ് കണ്ടു. അപ്പോൾ നമ്മൾ പോകാറില്ല, ഡോണ്ട് ഉപയോഗിക്കുന്നത് എവിടെയാണ്, മച്ച് ഉപയോഗിക്കുന്നത് ഏതൊരു സിറ്റുവേഷനിലാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ആ ഒരു വ്യത്യാസമാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഞാൻ ഇവിടെ എഴുതിയേക്കുന്ന ഈ 3 സെന്റൻസുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ്? ഐ ഡോണ്ട് റീഡ് ബുക്സ്. I never read books. I don't read books much. 3 സെന്റൻസുകൾ നിങ്ങൾ കണ്ടല്ലോ. എന്താണ്? I don't read books. Next sentence is I never read books. Third one is I don't read books much. ഇത് 3 തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഫസ്റ്റ്, ഐ ഡോണ്ട് റീഡ് ബുക്സ്. ഇതെന്താണ് അർത്ഥം? ടെൻസ് കേട്ടിട്ടുള്ള നിങ്ങൾക്കറിയാം എന്താണ്. ഞാൻ ബുക്ക് വായിക്കാറില്ല എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ ഈ ഡോണ്ട് ഉപയോഗിക്കുന്നത് ഏതു ടെൻസിലാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എന്തിനാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്? നമ്മൾ സാധാരണയായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെ? സിമ്പിൾ പ്രസന്റ് ടെൻസ്, മാറ്റമില്ലാത്ത കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ഡെയിലി റുട്ടീൻ, ഇതൊക്കെ പറയാനാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഐ ഡോണ്ട് റീഡ് ബുക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ബുക്സ് വായിക്കാറില്ല. ഐ യൂഷ്വലി ഡോണ്ട് റീഡ് ബുക്സ്. സാധാരണ ഞാൻ ബുക്സ് ഒന്നും വായിക്കാറില്ല. ക്ലിയർ? അതെന്റെ ഒരു ജീവിത രീതിയാണ്. ബുക്സ് ഒന്നും വായിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. സോ ഐ ഡോണ്ട് റീഡ് ബുക്സ്. നെക്സ്റ്റ് സെന്റൻസ് നിങ്ങൾ നോക്കൂ. ഐ നെവർ റീഡ് ബുക്സ്. നെവർ എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ പറഞ്ഞു ഒരിക്കലും സംഭവിക്കില്ല, ഇപ്പോഴും സംഭവിക്കില്ല, ഭാവിയിലും സംഭവിക്കില്ല, ഒരിക്കലും. നമ്മുടെ എന്തായാലും പറയാ, നമ്മുടെ ഒരു വലിയ പ്രസ്താവനയാണ് ഐ നെവർ റീഡ് ബുക്സ്. അതൊരിക്കലും ആവരുത് കേട്ടോ, ബുക്സുകൾ വായിക്കണം. അപ്പൊ എന്താണ്? ഞാൻ ഒരിക്കലും ബുക്ക് വായിക്കില്ല, അതാണ് അർത്ഥം. ഞാൻ ഒരിക്കലും വായിക്കില്ല. ഇനി ഫ്യൂച്ചറിൽ പോലും ഞാൻ ഒരു പക്ഷേ ബുക്ക് വായിക്കാനുള്ള സാധ്യതയില്ല. എനിക്ക് ബുക്ക് വായിക്കുന്നത് ഇഷ്ടമല്ല. സോ ഐ നെവർ റീഡ് ബുക്സ്. ഇനി അടുത്തത്, ഐ ഡോണ്ട് റീഡ് ബുക്സ് മച്ച് എന്ന് പറഞ്ഞാൽ എന്താ? മച്ച് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ, അല്ലെ? അല്ലെങ്കിൽ അത്യന്തികം, അങ്ങനെയൊക്കെ വളരെ എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ബുക്ക് വായിക്കാറില്ല, അതാണ് അർത്ഥം. എനിക്ക് ബുക്ക് വായിക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ എപ്പോഴും ഒന്നും ബുക്ക് വായിക്കാറില്ല. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ കിട്ടിയാൽ ഞാൻ വായിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്കതൊരു ഹാബിറ്റോ ഒന്നുമല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ വായിക്കും, അത്രേ ഉള്ളൂ. ഐ ഡോണ്ട് റീഡ് മച്ച്. അപ്പോൾ കൂടുതലൊന്നും ഞാൻ വായിക്കാറില്ല, ഞാൻ അധികമൊന്നും വായിക്കാറില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ 3 സെന്റൻസുകളുടെയും അർത്ഥം എന്താണ്? ഞാൻ ബുക്സ് വായിക്കാറില്ല എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ നമ്മൾ സന്ദർഭം അനുസരിച്ച് ഉപയോഗിക്കുമ്പോഴാണ് ഈ ഡോണ്ട്, നെവർ, മച്ച് ഉപയോഗിക്കുന്ന സെന്റൻസുകൾ തമ്മിൽ വരുന്നത്. ക്ലിയർ ആയല്ലോ? ഡോണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യാറില്ല. മച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യമാണെങ്കിൽ ചെയ്യും, അത്രേ ഉള്ളൂ. വളരെയൊന്നും എനിക്ക് അതിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഐ ഡോണ്ട് ഗോ ടു ദ മൂവി മച്ച്. ഐ പ്രിഫർ വാച്ചിങ് മൂവി അറ്റ് ഹോം. ഈ സെന്റൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ്? ഐ ഡോണ്ട് ഗോ ടു ദ മൂവി മച്ച്. ഐ പ്രിഫർ വാച്ചിങ് മൂവി അറ്റ് ഹോം. എന്താണ് അതിന്റെ അർത്ഥം? എനിക്ക് വീട്ടിലിരുന്ന് സിനിമ കാണാനാണ് ഇഷ്ടം, ഞാൻ അതുകൊണ്ട് അങ്ങനെയൊന്നും തിയേറ്ററിൽ പോകാറില്ല. ഐ ഡോണ്ട് ഗോ ടു മൂവി മച്ച്. ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും തിയേറ്ററിൽ പോകാറില്ല. കാരണം ഐ പ്രിഫർ വാച്ചിങ് TV അറ്റ് ഹോം. വീട്ടിലിരുന്ന് TV കാണാനാണ് എനിക്കിഷ്ടം. ഐ ഡോണ്ട് ഗോ ടു ദാറ്റ് സ്റ്റോർ മച്ച്. ഐ ഡോണ്ട് ഗോ ടു ദാറ്റ് സ്റ്റോർ മച്ച്. ഞാൻ അങ്ങനെയൊന്നും ആ സ്റ്റോറിൽ പോകാറില്ല. ദേ ആർ ബിറ്റ് എക്സ്പെൻസീവ്. അവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് ഞാൻ അവിടെ ഒന്നും അധികം ഒന്നും പോകാറില്ല. എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വാങ്ങിക്കേണ്ട, വേറെ കടകളിലൊന്നും കിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ പോകും, അത്രയേ ഉള്ളൂ. സോ ഐ ഡോണ്ട് ഗോ ടു ദാറ്റ് സ്റ്റോർ മച്ച്.
I never go to that store. ഞാൻ ഒരിക്കലും ആ സ്റ്റോറിൽ പോകില്ല. I never go to that shop. ഒരിക്കലും ഞാൻ അവിടെ പോകില്ല. അതൊരു പ്രസ്താവനയാണ്. I don't go to that shop. സാധാരണ വേണമെങ്കിൽ യൂഷ്വലി ചേർക്കുക. ഞാൻ അവിടെ പോകാറില്ല. I don't go to the gym much. I prefer to exercise at home. ജിമ്മിലൊന്നും ഞാൻ അങ്ങനെ അധികം പോകാറില്ല. എനിക്ക് വീട്ടിലിരുന്ന് എക്സസൈസ് ചെയ്യാറാണ് ഇഷ്ടം. I don't go to the gym. ഞാൻ ജിമ്മിൽ പോകാറില്ല. ഇനിയോ I never go to the gym. ഞാൻ ജിമ്മിൽ ഒരിക്കലും പോകാറില്ല. ക്ലിയർ ആയി വരുന്നുണ്ടല്ലോ. അപ്പൊ ഇനി ഞാൻ ഇവിടെ തരുന്ന 3 സെന്റൻസുകൾ നിങ്ങൾ നോക്കൂ. They don't dance. They never dance. They don't dance much. ഈ വ്യത്യാസത്തിന് നിങ്ങൾ പറയൂ. They never dance. അവരൊരിക്കലും ഡാൻസ് ചെയ്യില്ല, അല്ലെ? അവർക്ക് ഡാൻസ് ചെയ്യാറില്ല. ഇനി അവർ ഭാവിയിലും ഡാൻസ് ചെയ്യാൻ സാധ്യതയില്ല. അവർ ഒരിക്കലും ഡാൻസ് ചെയ്യില്ല. They never dance. They don't dance much. അവർക്കറിയാം, പക്ഷെ അവർ എപ്പോഴും ഒന്നും ഡാൻസ് കളിക്കില്ല. ക്ലിയർ? ഇനി കുറച്ചൊക്കെ ഡാൻസ് അറിയാം, അറിയത്തില്ലായിരിക്കൊന്നുമില്ല, അറിയാം, പക്ഷെ എപ്പോഴും ഒന്നും അവര് കളിക്കില്ല. They don't dance. ഡാൻസ് സാധാരണ കളിക്കാറില്ല, കാരണം അവർക്ക് എന്താ, ഡാൻസ് ചെയ്യാൻ അറിയില്ല. വ്യത്യാസം ക്ലിയർ ആയാലോ? They don't dance എന്ന് പറഞ്ഞാൽ അവർക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് കളിക്കാറില്ല. They never dance. ഒരിക്കലുമില്ല. They don't dance much. അറിയാം, പക്ഷെ എപ്പോഴും ഒന്നും കളിക്കാറില്ല. ഇനി നമ്മുടെ ഒരു ഫ്രണ്ടാണ് ജോൺ. ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ജോൺ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോ ജോണിനെ കൊണ്ട് എവിടെയെങ്കിലും പോയി കഴിയുമ്പോൾ ഞങ്ങൾ വേറൊരു ഫ്രണ്ടുമായിട്ട് ഞങ്ങൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കണേ. അപ്പൊ ജോൺ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പറയാണ്, ജോൺ നെവർ സ്പീക്സ് ഇംഗ്ലീഷ്. ജോണ് ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കില്ല. ജോണിന് ഇംഗ്ലീഷ് അറിയത്തില്ല, അവൻ ഒരിക്കലും സംസാരിക്കില്ല. ഇനി ഞാൻ പറയും, ജോൺ ഡസൻ സ്പീക്സ് ഇംഗ്ലീഷ് മച്ച്. ജോണിന് ഗ്രാമറൊക്കെ അറിയാം, നമ്മുടെയൊക്കെ ഒരു അവസ്ഥ, വൊക്കാബുലറി ഒക്കെ അറിയാം, അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പറയാം, പക്ഷെ സ്പീഡിലൊന്നും സംസാരിക്കില്ല, അറിയില്ല. ഇനി ജോൺ ഡസൻ സ്പീക്ക് ഇംഗ്ലീഷ്. ജോണ് ഇംഗ്ലീഷ് സംസാരിക്കാറില്ല, അവനറിയില്ല, പക്ഷെ അവൻ ഫ്യൂച്ചറിൽ ചിലപ്പോൾ പഠിച്ചേക്കാം, അന്നേരം അവൻ സംസാരിച്ചേക്കാം. ഇപ്പോഴത്തെ അവന്റെ അവസ്ഥ അവനറിയില്ല, ഇംഗ്ലീഷ് അവന് സംസാരിക്കാൻ അറിയില്ല. ജോൺ ഡസൻ സ്പീക്ക് ഇംഗ്ലീഷ്. മനസ്സിലായല്ലോ? ഇനി എക്സാമ്പിൾസ് വേണ്ട എന്ന് വിചാരിക്കുന്നു. അതായത് ഡോണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നുമില്ല, നെവർ എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലുമില്ല, മച്ച് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയൊക്കെയോ ഉണ്ട്, അതിൽ കുറച്ച്, അത്രയാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇനിയും മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് തന്നെ നിങ്ങൾ കമന്റ് ബോക്സ് ചെയ്തോളൂ. ഇനി ഇതിൽ കൂടുതൽ സിമ്പിളായിട്ട് എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ട്രൈ ചെയ്യാം, ഒന്നും കൂടെ ട്രൈ ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. 1-2 കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താനുണ്ട്. നമ്മൾ ഫെബ്രുവരി 5-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള പുതിയ ബാച്ച്, മോർണിംഗ് ബാച്ച് തുടങ്ങുകയാണ്. താല്പര്യമുള്ളവർക്ക് എൻ്റെ നമ്പറുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ 10, 11, 12 കുട്ടികൾക്ക് പഠിപ്പിക്കാൻ താല്പര്യമുള്ള നമ്മുടെ കൂടെയുള്ള ടീച്ചേഴ്സ് ഉണ്ട് എങ്കിൽ, 10ാം ക്ലാസ്സിൽ ഏത് സിലബസും ആകാം, 10ാം ക്ലാസ്സിൽ ഏത് സബ്ജക്റ്റും നിങ്ങൾക്ക് എടുക്കാൻ, ഓൺലൈനായിട്ട് എടുക്കാൻ കഴിവുള്ള ഒരു ടീച്ചറാണ് എങ്കിൽ 11, 12 സയൻസ് വിഷയങ്ങൾ എടുക്കാൻ കഴിയുമെന്ന് മനസ്സിൽ ഉറപ്പുള്ള ഒരു ടീച്ചറാണ് എങ്കിൽ അതിന് ഞാൻ നമ്പർ തന്നിട്ടുണ്ട്. ടീച്ചർമാർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. പിന്നെന്താണ്, എന്നും പറയേണ്ടത് പോലെ തന്നെ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.